friends, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം ഒരുമിച്ച് പഠിച്ചു തുടങ്ങാം എന്ന് പറഞ്ഞ് നമ്മളൊരു സെക്ഷൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 4-5 ക്ലാസ്സുകൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാസ് ആണ്. അപ്പോൾ ഈ സെക്ഷന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു നോട്ട് ബുക്ക് കരുതുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ഓരോ ക്ലാസ് എടുക്കുന്നത് നിങ്ങൾ കൃത്യമായിട്ട് ആ നോട്ട് ബുക്കിൽ എഴുതി വെച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്കും കൂടെ ഈ വീഡിയോ ഉപകാരപ്പെടാനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് നമുക്ക് ഡെയിലി വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ചില ഭക്ഷണ പദാർത്ഥങ്ങളുടെ പേരുകളാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാം. ആദ്യം നമുക്ക് ഉപ്പ് തൊട്ട് തുടങ്ങാം അല്ലേ. അപ്പോൾ ഉപ്പിനെ എന്താണ് ഇംഗ്ലീഷിൽ പറയുന്നത്? എല്ലാവർക്കും അറിയാം, സോൾട്ട് എന്നാണ് പറയുന്നത് അല്ലേ. സോൾട്ട് എന്നാണ് പറയുന്നത്. ഹിന്ദിയിൽ പറയുന്നത് നമക് എന്നാണ് കേട്ടോ. സോൾട്ട് നമക്കാണ്. ഉപ്പിന് എന്താണ് പറയുന്നത് ഹിന്ദിയിൽ? നമക്ക്. എഴുതിയത് കാണുന്നുണ്ടല്ലോ അല്ലേ. നമക് എന്നാണ് പറയുന്നത്. അടുത്തത് കാപ്പി എന്ന് പറയുന്നതിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്താണ് പറയുക? കോഫി എന്നാണ് പറയുക അല്ലേ. കോഫി എന്നാണ് പറയുന്നത്. ഹിന്ദിയിൽ കാഫി തന്നെയാണ് കേട്ടോ. കാഫി എഴുതിയത് കാണുന്നുണ്ടല്ലോ അല്ലേ. ശ്രദ്ധിക്കുക കേട്ടോ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നതെന്ന്. അടുത്തത് എണ്ണയ്ക്ക് നമ്മൾ ഇംഗ്ലീഷിൽ എന്താണ് പറയുക? ഓയിൽ അല്ലേ. ഓയിൽ എന്ന് പറഞ്ഞാൽ എണ്ണയാണ്. ഹിന്ദിയിൽ പറയുന്നത് തേൽ എന്നാണ് പറയുന്നത്. ഓക്കെ, തേൽ. ഓക്കെ, തേൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എണ്ണ. എണ്ണയ്ക്ക് അപ്പോൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഓയിൽ, ഹിന്ദിയിൽ എന്താണ് പറയുന്നത്? തേൽ എന്നാണ് പറയുന്നത്. ഓക്കെ, തേൽ. അടുത്തത് ചോറ് അല്ലേ. നമ്മൾ ഡെയിലി കഴിക്കുന്നതാണ് ചോറ്. ചോറിന് എന്താണ് ഇംഗ്ലീഷിൽ പറയുക? റൈസ് എന്നാണ് പറയുന്നത് അല്ലേ. റൈസ് എന്നാണ് പറയുന്നത്. ഹിന്ദിയിൽ എന്താണ് പറയുന്നത്? ചാവൽ. ഓക്കെ, ചോറിന് എന്താണ് പറയുന്നത്? ചാവൽ. അപ്പോൾ ചോറ്, റൈസ്, ചാവൽ. കിട്ടിയോ? അടുത്തത് നോക്കാം, ചായക്ക് പറയുന്നത് എന്താണ്? ഇംഗ്ലീഷിൽ എല്ലാവർക്കും അറിയാം, ടീ എന്നാണ് പറയുന്നത് അല്ലേ. ടീ ആണ്. ഹിന്ദിയിൽ ചായ് എന്താണ്? ചായ്. ഓക്കെ, ചായക്ക് എന്താണ് പറയുന്നത്? ചായ് എന്നാണ് പറയുന്നത്. ഓക്കെ, ടീ ആണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പോൾ ചായ, ടീ, ചായ്. കിട്ടിയല്ലോ. അടുത്തത് പഞ്ചസാരയ്ക്ക് പറയുന്നത് എന്താണ്? എല്ലാവർക്കും അറിയാം, ഇംഗ്ലീഷിൽ ഷുഗർ എന്നാണ് പറയുന്നത്. ഷുഗർ. ഹിന്ദിയിൽ എന്താണ് പറയുന്നത്? ചീനി ആണ് കേട്ടോ. ചീനി എന്ന് പറഞ്ഞാൽ എന്താണ്? പഞ്ചസാരയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഉപ്പിന് എന്താണ്? സാൾട്ട്. നമക് എന്നാണ് പറയുന്നത്. കാപ്പിക്ക് കോഫി, ഹിന്ദിയിൽ കാഫി. ദെൻ എണ്ണയ്ക്ക് ഓയിൽ എന്നാണ് പറയുന്നത്. ഹിന്ദിയിൽ തേൽ എന്ന് പറയും. ചോറിന് ഇംഗ്ലീഷിൽ റൈസ് എന്ന് പറയും. ഹിന്ദിയിൽ എന്താണ്? ചാവൽ എന്ന് പറയും. ദെൻ ചായ, ടീ, അതുപോലെ തന്നെ ചായ്. ദെൻ പഞ്ചസാര, ഷുഗർ, ചീനി. ഓക്കെ, ഇത്രയും കിട്ടിയല്ലോ. അടുത്തത് നോക്കാം. ഇവിടെ നോക്കാം, തൈര് എന്നുള്ളതിനെ ഇംഗ്ലീഷിൽ എല്ലാവർക്കും അറിയാം, കേർഡ് എന്നാണ് പറയുക അല്ലെ. CURD, കേർഡ് എന്നാണ് പറയുന്നത് തൈരിന്. ഹിന്ദിയിൽ എന്താണ് പറയുന്നത്? ദഹി എന്നാണ് പറയുന്നത് കേട്ടോ. തൈരിന് എന്താണ് പറയുന്നത്? ദഹി. ഓക്കെ, ദഹി എന്നാണ് പറയുന്നത്. അപ്പൊ തൈരിന് കേർഡ്, ഇംഗ്ലീഷിൽ കേർഡ് എന്ന് പറയും. ഹിന്ദിയിൽ എന്താണ് പറയുന്നത്? ദഹി എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് കുരുമുളകിനെ നമുക്കറിയാം പെപ്പർ എന്നാണ് പറയുന്നത് അല്ലെ. ഇംഗ്ലീഷിൽ എന്താണ് പറയുന്നത്? പെപ്പർ എന്നാണ് പറയുന്നത്. ഹിന്ദിയിൽ മിർച്ചാണ്. ഓക്കെ, മിർച്ച് എന്നാണ് പറയുന്നത് കേട്ടോ. മിർച്ചാണ് കുരുമുളക്. അപ്പൊ കുരുമുളകിനെ പെപ്പർ എന്ന് പറയും ഇംഗ്ലീഷിൽ. ഹിന്ദിയിൽ എന്താണ്? മിർച്ച്. ഓക്കെ, കിട്ടിയില്ലേ? അടുത്തത് തേങ്ങയ്ക്ക് പറയുന്നത് എന്താണ്? ഇംഗ്ലീഷിൽ പറയുന്നത് കോക്കനട്ട് ആണ് അല്ലെ. തേങ്ങയ്ക്ക് പറയുന്നത് കോക്കനട്ട് എന്നാണ് പറയുന്നത്. ഹിന്ദിയിൽ നാരിയൽ എന്നാണ് പറയുന്നത്. ഓക്കെ, നാരിയൽ കാ പാനി എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ. അപ്പൊ നാരിയൽ എന്ന് വെച്ചാൽ എന്താണ്? തേങ്ങയാണ്. ഓക്കെ, തേങ്ങ. അപ്പൊ കോക്കനട്ട്, നാരിയൽ. ഓക്കെ, അടുത്തത് ഗോതമ്പ് എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എല്ലാവർക്കും അറിയാം എന്താണ്? വീറ്റ് ആണ് അല്ലെ. വീറ്റ് ആണ് ഗോതമ്പ്. ദെൻ ഗേഹൂം. ഓക്കെ, ഹിന്ദിയിൽ എന്താണ് പറയുന്നത്? ഗേഹൂം ആണ് ഗോതമ്പ്. ഗേഹൂം ആണ് ഗോതമ്പ്. ഓക്കെ, അടുത്തത് ചമ്മന്തി എല്ലാവർക്കും അറിയാലോ അല്ലേ. അപ്പം അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് എന്താണ്? ചട്നി എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ വീടുകളിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ചട്നി എന്ന് പറയുമ്പോൾ തേങ്ങ ഉപയോഗിച്ചിട്ട് സെപ്പറേറ്റ് അല്ലേ, അതാണ് ചട്നി. ചമ്മന്തി വേറെ, അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ചമ്മന്തി എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്താണ് പറയുന്നത്? ചട്നി എന്നാണ് പറയുന്നത്. ഹിന്ദിയിൽ പറയുന്നത് ചട്നി ആണ് കേട്ടോ. അവിടെ നോക്കുക, ചട്നി എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ചമ്മന്തിക്ക് ചട്നി എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഹിന്ദിയിലും എന്ത് തന്നെയാണ്? ചട്നി തന്നെയാണ്. ഓക്കെ, അടുത്തത് പാലിന് മിൽക്ക് എന്നാണ് പറയുന്നത് അല്ലെ. ഇംഗ്ലീഷിൽ എല്ലാവർക്കും അറിയാം മിൽക്കാണ് പാലെന്ന് പറയുന്നത്. ഹിന്ദിയിൽ പറയുന്നത് എന്താണ്? ദൂധാണ്. ദൂത്. അത് എല്ലാവർക്കും അത്യാവശ്യം അറിയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ നോക്കാം. തൈരിന് പറയുന്നത് എന്താണ്? കേർഡ് ഇംഗ്ലീഷിൽ. ഹിന്ദിയിൽ ദഹി എന്ന് പറയും.
കുരുമുളകിന് ഇംഗ്ലീഷിൽ പെപ്പർ എന്ന് പറയും, ഹിന്ദിയിൽ എന്താണ് മിർച്ചാണ്. തേങ്ങയ്ക്ക് ഇംഗ്ലീഷിൽ എന്ത് പറയും കോക്കനട്ട്, ഹിന്ദിയിൽ നാരിയൽ എന്നാണ് പറയുന്നത്. ഗോതമ്പിന് വീറ്റ് എന്ന് പറയുന്നു ഇംഗ്ലീഷിൽ, ഹിന്ദിയിൽ എന്താണ് ഗേഹൂമാണ് കേട്ടോ. ദെൻ ചമ്മന്തി നമ്മൾ പറഞ്ഞു ചട്നി. ഓക്കെ. ദെൻ പാലിന് മിൽക്ക് എന്ന് പറയും ഇംഗ്ലീഷിൽ, ഹിന്ദിയിൽ എന്ത് പറയുന്നു ദൂത് എന്ന് പറയുന്നു. ഓക്കെ, ഇത്രയും കിട്ടിയല്ലോ. അപ്പം നിങ്ങൾ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ എഴുതി വെക്കാനായിട്ട് നോക്കുക കേട്ടോ. അടുത്തത് ഭക്ഷണം എന്നുള്ളതിന് എന്താണ് പറയുന്നത് ഇംഗ്ലീഷിൽ പറയുന്നത് ഫുഡ് എന്നാണ് പറയുന്നത് അല്ലേ, ഫുഡ് എന്നാണ് പറയുന്നത്, അത് എല്ലാവർക്കും അറിയുന്നതാണ്. ഹിന്ദിയിൽ എന്താണ് ഖാന ആണ് കേട്ടോ. അപ്പോൾ ഖ എന്ന് പറയുമ്പോൾ ഈ ഖായാണ് ശ്രദ്ധിക്കണേ, വേറെ ഖായിട്ട് ഗാന പാടുക എന്നുള്ള മീനിങ് വരും. അപ്പോൾ ഏത് ഖായാണ്, കായാണോ ഖായാണോ ഗായാണോ അങ്ങനെയുള്ളതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം പഠിക്കാനായിട്ട്. ഖാന ആണ്. ഓക്കെ, ഗാന അല്ല ഖാന. ഓക്കെ, ഫുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഭക്ഷണം ഫുഡ് ഖാന ആണ് കേട്ടോ, ഖാന. അടുത്തത് പ്രാതൽ എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് അല്ലെ, ഇംഗ്ലീഷിൽ എന്താണ് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് പറയുന്നത് പ്രാതൽ. ഓക്കെ, ഹിന്ദിയിൽ പറയുന്നത് സുബഹ് കാ നാശ്ത എന്താണ് സുബഹ് കാ നാശ്ത. ഓക്കെ, അടുത്തത് മാംസം എന്നുള്ളതിനെ ഇംഗ്ലീഷിൽ പറയുന്നത് എന്താണ് മീറ്റ് ആണ് അല്ലെ, മീറ്റ് ആണ്. ഹിന്ദിയിൽ മാംസ് എന്നാണ് പറയുന്നത് കേട്ടോ, മാംസം എന്നുള്ളതിനെ മാംസ് എന്നാണ് പറയുന്നത്, ഇംഗ്ലീഷിൽ എന്താണ് പറയുന്നത് മീറ്റ് എന്നാണ് പറയുന്നത്. അടുത്തത് മത്സ്യത്തിന് നമുക്കറിയാം ഇംഗ്ലീഷിൽ ഫിഷ് ആണ് അല്ലെ, മത്സ്യം ഫിഷ് ആണ്. ഹിന്ദിയിൽ പറയുന്നത് മച്ചലി എന്നാണ് കേട്ടോ, ഫിഷിനെ പറയുന്നത് എന്താണ് മച്ചലി ആണ്. ഓക്കെ, അപ്പോൾ മത്സ്യം ഫിഷ് മച്ചലി ആണ്. ഓക്കെ, കിട്ടിയോ? അടുത്തത് മുട്ടയ്ക്ക് നമുക്ക് പറയാം അല്ലെ, ഇംഗ്ലീഷിൽ എന്താണ് എഗ്ഗാണ് മുട്ടയ്ക്ക് പറയുന്നത്. ഹിന്ദിയിൽ അണ്ട എന്നാണ് പറയുന്നത്. ഓക്കെ, അണ്ട, ആ മുകളിൽ ഒരു കുത്തുണ്ട്, ദെൻ ഡായാണ്, അണ്ട എന്നാണ് പറയുന്നത് കേട്ടോ മുട്ടയ്ക്ക് പറയുന്നത്. ഓക്കെ, അപ്പോൾ മുട്ട എഗ്ഗ് അണ്ട. ഓക്കെ, അടുത്തത് വെള്ളത്തിന് നമുക്കറിയാം ഇംഗ്ലീഷിൽ എല്ലാവർക്കും അറിയാം വാട്ടർ ആണ് വെള്ളം എന്ന് പറയുന്നത്. ഹിന്ദിയിൽ പറയുന്നത് എന്താണ് പാനിയാണ്, അത് എല്ലാവർക്കും അറിയാം അല്ലെ, പാനി എന്ന് വെച്ചാൽ എന്താണ് വെള്ളമാണ്. ഓക്കെ, ഒന്നുകൂടെ നോക്കാം. ഭക്ഷണം ഫുഡാണ്, ഹിന്ദിയിൽ എന്താണ് പറയുന്നത് ഖാന. ഓക്കെ, അടുത്തത് പ്രാതൽ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്, സുബഹ് കാ നാശ്ത ഹിന്ദിയിൽ. ഓക്കെ, അടുത്തത് മാംസം മീറ്റ് ആണ്, മാംസ് എന്നാണ് ഹിന്ദിയിൽ പറയുന്നത്. ദെൻ മത്സ്യത്തിന് ഇംഗ്ലീഷിൽ പറയുന്നത് ഫിഷ് ആണ്, ഹിന്ദിയിൽ എന്താണ് പറയുക മച്ചലിയാണ്. ഓക്കെ, ഈ ചായയാണ് കേട്ടോ, മച്ചലിയാണ്. ദെൻ മുട്ടയ്ക്ക് പറയുന്നത് എഗ്ഗാണ്, ഹിന്ദിയിൽ എന്താണ് പറയുന്നത് അണ്ട. ഓക്കെ, അണ്ട. ദെൻ വെള്ളത്തിന് വാട്ടർ, ഹിന്ദിയിൽ എന്താണ് പറയുന്നത് പാനി. ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടിയോ? അടുത്തത് ചപ്പാത്തിക്ക് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് എന്താണ് ചപ്പാത്തി തന്നെയാണ്, ഹിന്ദിയിൽ പറയുന്നത് റോട്ടി എന്നാണ് പറയുന്നത് കേട്ടോ, റോട്ടി എന്നാണ് പറയുന്നത്. ഓക്കെ, റോട്ടി കേട്ടിട്ടില്ല, ചപ്പാത്തിക്ക് എന്താണ് പറയുന്നത് റൊട്ടി എന്നാണ് പറയുന്നത് ഹിന്ദിയിൽ കേട്ടോ. അപ്പോൾ ചപ്പാത്തി മലയാളത്തിലും ഇംഗ്ലീഷിലും ചപ്പാത്തി തന്നെയാണ്, ഹിന്ദിയിൽ എന്താണ് റൊട്ടി എന്നാണ് പറയുന്നത്. അടുത്തത് മല്ലിക്ക് പറയുന്നത് എന്താണ് കൊറിയാൻഡർ ആണ് അല്ലേ, നമുക്കറിയാം കൊറിയാൻഡർ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് മല്ലിക്ക്. ഹിന്ദിയിൽ ധനിയ ആണ് കേട്ടോ, ധനിയ. മല്ലിക്ക് എന്താണ് പറയുന്നത് ധനിയ. ഓക്കെ, ധായാണ് ധനിയ. അപ്പോൾ മല്ലി കൊറിയാൻഡർ ധനിയ കിട്ടിയല്ലോ. അടുത്തത് ഇഞ്ചിക്ക് പറയുന്നത് എന്താണ് ഇംഗ്ലീഷിൽ എല്ലാവർക്കും അറിയാം ജിഞ്ചർ എന്നാണ്. ഓക്കെ, ജിഞ്ചർ ആണ് ഇഞ്ചി. ഹിന്ദിയിൽ അദരക് ആണ് കേട്ടോ, അദരക്. ഇഞ്ചിക്ക് പറയുന്നത് എന്താണ് അദരക് എന്നാണ് പറയുന്നത്, ഇഞ്ചി ജിഞ്ചർ അദരക്. ഓക്കെ, അടുത്തത് നെയ്യ്ക്ക് പറയുന്നത് എന്താണ് ഇംഗ്ലീഷിൽ ഘീ എന്നാണ്, ഹിന്ദിയിലും ഘീ തന്നെയാണ്. ഓക്കെ, ഘായാണ് ഘീ. ഓക്കെ, അപ്പോൾ നെയ്യ് ഘീ ആണ്, ഇംഗ്ലീഷിൽ പറയുന്നത് ഘീ ആണ്, ഹിന്ദിയിൽ പറയുന്നത് എന്ത് തന്നെയാണ് ഘീ എന്ന് തന്നെയാണ് പറയുന്നത്. അടുത്തത് ഐസ്ക്രീം ഇംഗ്ലീഷിലായാലും മലയാളത്തിലാണെങ്കിലും ഹിന്ദിയിൽ നമ്മൾ ഐസ്ക്രീം എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടിയല്ലോ. ചപ്പാത്തി ഇംഗ്ലീഷിൽ ചപ്പാത്തി തന്നെയാണ്, ഹിന്ദിയിൽ എന്താണ് റൊട്ടി എന്നാണ് പറയുന്നത്. മല്ലിക്ക് ഇംഗ്ലീഷിൽ പറയുന്നത് കൊറിയാൻഡർ എന്നാണ്, ഹിന്ദിയിൽ ധനിയ എന്നാണ് പറയുന്നത്. ദെൻ ഇഞ്ചിക്ക് എന്താണ് പറയുന്നത് ജിഞ്ചർ ആണ്, ഇംഗ്ലീഷിൽ പറയുന്നത്, ഹിന്ദിയിൽ അദരക് ആണ്. ഓക്കെ, അദരക്. നെയ്യ്ക്ക് പറയുന്നത് ഘീ ആണ്, ഇംഗ്ലീഷിലും അതെ ഹിന്ദിയിലും അതെ. ദെൻ ഐസ്ക്രീം തന്നെയാണ്. ഓക്കെ, ഇത്രയും കിട്ടിയോ? ഇവിടെ നോക്കുക, കടുക് നമുക്കറിയാം എല്ലാവർക്കും ഇംഗ്ലീഷിൽ എന്താണ് മസ്റ്റാർഡ് ആണ്. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ പഠിച്ചു വെക്കുക, മസ്റ്റാർഡ് ആണ് കേട്ടോ. കടുകിന് എന്താണ് പറയുന്നത് മസ്റ്റാർഡ് ആണ്. ഹിന്ദിയിൽ സർസോം എന്നാണ് പറയുന്നത്, എന്താണ് സർസോം എന്നാണ് പറയുന്നത് കേട്ടോ. കടുക് മസ്റ്റാർഡ്
സർസോം. ഓക്കെ, അടുത്തത് കശുവണ്ടി. കശുവണ്ടിക്ക് പറയുന്നത് എന്താണ്? കാഷ്യൂ നട്ടാണ് അല്ലേ? നമുക്ക് ഇംഗ്ലീഷിൽ അറിയാം കാഷ്യൂ നട്ടാണ്. ഹിന്ദിയിൽ എന്താണ് പറയുന്നത്? കാജു എന്നാണ് പറയുന്നത് കേട്ടോ. കാജു. കശുവണ്ടിക്ക് എന്താണ് പറയുന്നത്? കാജു എന്നാണ് പറയുന്നത്. അപ്പോൾ കശുവണ്ടി, കാഷ്യൂ നട്ട്, കാജു. ഓക്കെ, അടുത്തത് അത്താഴം. അത്താഴം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പഠിച്ചല്ലോ, അതുപോലെ അത്താഴത്തിന് എന്താണ് പറയുന്നത്? സപ്പർ ആണ് അല്ലേ? സപ്പർ ആണ്. ഹിന്ദിയിൽ പറയുന്നത് എന്താ? രാത്ത് കാ ഖാന അല്ലെ? രാത്രിയിലുള്ള ഭക്ഷണമാണ്. അപ്പൊ രാത്ത് കാ ഖാന. ഓക്കെ, അപ്പൊ അത്താഴം, സപ്പർ, രാത്ത് കാ ഖാന. ദെൻ അച്ചാർ. അച്ചാർ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ നമുക്കറിയാം പിക്കിൾ എന്നാണ് പറയുന്നത്, പിക്കിൾ. ദെൻ ഹിന്ദിയിൽ പറയുന്നത് എന്താണ്? അച്ചാറാണ്. ഓക്കെ, അച്ചാർ തന്നെയാണ് ഹിന്ദിയിൽ പറയുന്നത്. ഓക്കെ, കിട്ടിയോ? കടുക്, മസ്റ്റാർഡ്, സർസോം എന്ന് പറയും. കശുവണ്ടി, കാഷ്യൂനട്ട്, കാജു. ദെൻ അത്താഴം, സപ്പർ, രാത്ത് കാ ഖാന, അച്ചാർ, പിക്കിൾ, അച്ചാർ. ഓക്കെ, അപ്പോൾ ഇത്രയും എഴുതിയെടുത്തല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഫുഡ് ഐറ്റംസ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാടുണ്ട്. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കേണ്ട കാര്യങ്ങളൊക്കെ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമ്മൾ ഓരോ ക്ലാസ്സുകളായിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ എഴുതിയെടുത്തിട്ട് പഠിക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.